ഹായ് ഓൾ മൈ സ്റ്റാർ സീഡ്സ്, വെൽക്കം ബാക്ക് ടു അശ്വതറാണി ടാരോ ഹീലിംഗ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ത് മെസ്സേജാണ് നിങ്ങൾക്കായി തരുന്നതെന്ന് നോക്കാം. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് ലീവ് ഫോർ നൗ എന്നുള്ളൊരു കാർഡാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഭഗവാൻ ഇതിലൂടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ചിലപ്പോൾ പല ദുർഘടമായ സാഹചര്യങ്ങളിലൂടെയും കടന്നു പോകേണ്ടി വരും. അവിടെ പല കാര്യങ്ങളെയും നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരും. നിങ്ങളെ പലരും ഒറ്റപ്പെടുത്തിയേക്കാം. നിങ്ങളുടെ ഈ യാത്രയിൽ പലരും നിങ്ങളെ ഒറ്റപ്പെടുത്തിയേക്കാം. പക്ഷെ അവിടെ നിങ്ങൾ തകർന്നു വീഴാതെ മുന്നോട്ട് തന്നെ പോകണം എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത് കേട്ടോ. നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലോട്ട് തന്നെ എത്തിച്ചേരുക. അത് എന്ത് ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നാലും നിങ്ങൾ ആ ലക്ഷ്യം മാറ്റിവെക്കാൻ പാടില്ല. അതെല്ലാം നിങ്ങൾക്ക് വരുന്ന ഓരോ പരീക്ഷണങ്ങളാണെന്ന് നിങ്ങളത് തിരിച്ചറിയാനാണ് ഭഗവാൻ പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ദുഷ്പേരൊക്കെ കേൾക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടെന്ന് കാണുന്നുണ്ട് കേട്ടോ. പക്ഷെ അതിലൊന്നും നിങ്ങൾ വീണ് പോകാതെ നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം എന്താണോ അതിലോട്ട് വളരെ നന്നായിട്ട് തന്നെ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക. നിങ്ങളുടെ പ്രവൃത്തിയിലും ചിന്തകളിലും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും പിന്നെ ശുദ്ധിയും വരുത്തി മുന്നോട്ട് കൊണ്ടുപോവുക. അത് ലക്ഷ്യസ്ഥാനത്തിലേക്ക് നിങ്ങളെ കൊണ്ടെത്തിക്കാൻ സഹായിക്കും എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. നിങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് വളരെ വലിയ ഒരു ഉത്തരവാദിത്തമായിട്ടാണ് ഭഗവാൻ നിങ്ങളെ അത് ഏൽപ്പിച്ചിരിക്കുന്നത്. അത് കൃത്യമായിട്ട് നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നതിന് കാരണവും നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നിയോഗിക്കപ്പെട്ടവരായതുകൊണ്ടാണ് എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ആ ലക്ഷ്യത്തിൽ നിങ്ങളുടെ സോൾ എന്താണോ പറയുന്നത് അത് തന്നെയാണ് നിങ്ങളിപ്പോൾ ആ വഴിയിൽ തന്നെയാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലോട്ട് തന്നെയാണ് ഭഗവാൻ നിങ്ങളെ ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്നും ഒരു മാറ്റവും നിങ്ങളെ വ്യതിചലിക്കാണ്ട് മുന്നോട്ട് പോവുക എന്ന് തന്നെയാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. നിങ്ങൾ മറ്റുള്ള ബാഹ്യമായിട്ടുള്ള ഒരു കാര്യങ്ങളും നിങ്ങളെ അലട്ടാതെ സധൈര്യം മുന്നോട്ട് പോവുക എന്നുള്ള ഒരു മെസ്സേജാണ് ഭഗവാൻ ഇവിടെ നിങ്ങൾക്ക് തരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നിങ്ങൾ മുന്നോട്ടിറങ്ങുക കേട്ടോ. ധൈര്യമായിട്ട് മുന്നോട്ടിറങ്ങുക. നിങ്ങൾക്ക് ഭഗവാന്റെ പ്രൊട്ടക്ഷനും ഉണ്ട്. അതുപോലെ തന്നെയാണ് ഭഗവാൻ അതുപോലെ തന്നെ നിങ്ങൾക്ക് അനുഗ്രഹങ്ങളും ചൊരിഞ്ഞ് നിങ്ങളുടെ കൂടെ ഭഗവാൻ ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. മറ്റുള്ള ബാഹ്യ ഇൻഫ്ലുവൻസുകളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങളുടെ പ്രവൃത്തിയും ചിന്തകളും വളരെ പോസിറ്റീവാക്കുക. നിങ്ങളുടെ ഹൃദയശുദ്ധി വരുത്തി നന്നായിട്ട് പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക കേട്ടോ. ഭഗവാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് കേട്ടോ. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.